നമസ്കാരം. ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിന് ഇന്ത്യ വഴങ്ങില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഷ്യയിലെ ഇന്ത്യൻ അംബാസഡർ വിനയ് കുമാർ അവിടുത്തെ റഷ്യൻ സർക്കാരിൻ്റെ ഔദ്യോഗിക മാധ്യമം ടാസിന് കൊടുത്ത അഭിമുഖത്തിൽ ഇന്ത്യയുടെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യ റഷ്യയിൽ പറയുന്നത്, അല്ലെങ്കിൽ റഷ്യയോട് പറയുന്നത്, ഇന്ത്യ തീർച്ചയായിട്ടും എണ്ണ വാങ്ങും. അത് രാജ്യത്തിന് അനുകൂലമായ തരത്തിൽ, രാജ്യത്തിൻ്റെ ഇന്ധന സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന തരത്തിൽ എവിടെയാണോ വില കുറവ് അവിടെ നിന്ന് ഇന്ത്യ ഇന്ധനം വാങ്ങുന്നത് തുടരും എന്നാണ് ഇന്ത്യൻ അംബാസഡർ വിനയ് കുമാർ റഷ്യയിൽ അവരുടെ ഔദ്യോഗിക മാധ്യമത്തിനോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്നുള്ളത് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഈ വരുന്ന 28 മുതൽ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% നികുതി ഏർപ്പെടുത്തി തുടങ്ങും എന്നുള്ളതാണ് ട്രംപിൻ്റെ ഭീഷണി. 25% ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കമ്മി പരിഹരിക്കാനും ബാക്കിയുള്ള 25% ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പിഴ എന്ന രീതിയിലുമാണ് അമേരിക്ക ഇത്തരത്തിൽ ഭീമമായ നികുതി ചുമത്തുന്നത്. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു അമേരിക്കയെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അമേരിക്കയെ സന്തോഷിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് മുതിരുന്നില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഈ ഘട്ടത്തിലും ഇന്ത്യ നൽകുന്നത്. മറ്റ് ചില വിവരങ്ങളും കൂടി വരുന്നുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണവും കൂടി പറഞ്ഞിരിക്കുന്നു. അമേരിക്ക ഒരു വിപണി അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഘടന അങ്ങനെയാണ്. അതായത് അവരൊരു കുത്തക മുതലാളിത്തം അല്ലെങ്കിൽ ബിസിനസ്, വ്യാപാരം ഇതിനെയൊക്കെ ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന ഒരു സാമ്പത്തിക ക്രമം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് അമേരിക്കയ്ക്കുള്ളത്. അപ്പോൾ അത് മറ്റ് രാജ്യങ്ങൾ ബിസിനസ് ചെയ്യുന്നതിനെ, മറ്റ് രാജ്യങ്ങൾ ബിസിനസ് ചെയ്ത് ലാഭമുണ്ടാക്കുന്നതിനെ, അല്ലെങ്കിൽ അത്തരത്തിൽ വ്യാപാരം നടത്തുന്നതിനെ എന്തിനാണ് ഒരു വ്യാപാരത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു രാജ്യം അത്തരത്തിൽ നിലപാടെടുക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ചൈനയുടെ ഇന്ത്യൻ അംബാസഡർ സു ഫെയ്ഹോങ് അദ്ദേഹം അമേരിക്കയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ബുള്ളി എന്നാണ്. ബുള്ളി എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ഇടത്തേക്ക് ഇടിച്ചു കയറുന്നയാൾ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ബലാത്സംഗ വീരൻ എന്നൊക്കെയാണ് ബുള്ളിയുടെ മറ്റൊരർത്ഥമൊക്കെ പറയുന്നത്. അപ്പോൾ അമേരിക്കയെ അത്തരത്തിലൊരു ബുള്ളി എന്ന രീതിയിലാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അമേരിക്ക ഈ സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയ ഒരു രാഷ്ട്രമാണ്. എന്നാൽ മറ്റ് രാജ്യങ്ങൾ ഈ ആനുകൂല്യം മുതലാക്കുന്നതിനെ, ഈ ഒരു സാഹചര്യം മുതലെടുക്കുന്നതിനെ അമേരിക്ക അത് തടയുകയാണ്, അല്ലെങ്കിൽ അത് അവർ ഭയപ്പെടുകയാണ് എന്നുള്ളതാണ് ചൈനീസ് അംബാസഡർ പറഞ്ഞത്. അപ്പോൾ അത്തരം ഒരു രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക. അല്ലെങ്കിൽ അത്തരം ഒരാൾക്ക് നമ്മൾ ചെറിയൊരു ഇടം കൊടുത്താൽ നമ്മുടെ മൊത്തം ഇടം കൈക്കലാക്കുന്ന തരത്തിലുള്ളൊരു നിലപാടെടുക്കുന്ന രാഷ്ട്രമാണ് അമേരിക്ക എന്നുള്ളതാണ് ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ പറഞ്ഞത്. നമുക്കൊരു പഴങ്കഥ ഓർമ്മയുണ്ടല്ലോ, ഈ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത ആളുടെ അവസ്ഥ, അതേപോലെയാണ് അമേരിക്ക ചെയ്യുന്നത് എന്നാണ് ചൈനീസ് അംബാസഡർ പറയുന്നത്. ഇനി ചില കണക്കുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാപാര യുദ്ധം അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിൻ്റെ പേരിലാണ് വിലക്ക് വന്നത്. പക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ഈ ഇന്ധനം വാങ്ങൽ അല്ലെങ്കിൽ അതിനെ സംസ്കരിച്ച് വിൽക്കൽ ഇതിനെ ബാധിച്ചിട്ടില്ല എന്നുള്ള കണക്കുകളാണ് വരുന്നത്. അമേരിക്ക ആരോപിക്കുന്നത് റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ വാങ്ങി ഇന്ത്യയിൽ സംസ്കരിച്ച് അത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിറ്റ് ഇന്ത്യ ഭീമമായ ലാഭമുണ്ടാക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ ആരോപണം. പക്ഷേ ഇന്ത്യ സ്വാഭാവികമായും റഷ്യയിൽ നിന്ന് ഇന്ത്യക്ക് ഡിസ്കൗണ്ട് നിരക്കിലാണ് ഇപ്പോൾ ക്രൂഡ് ഓയിൽ കിട്ടുന്നത് എന്നുള്ളത് വാസ്തവമാണ്. ബാരലിന് $2 വരെയാണ് ഇപ്പോൾ ഇളവ് നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് $40 വരെ ആയിരുന്നു, പിന്നീട് ഇപ്പോൾ അത് $2 വരെയായി മാറിയിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ വിലയിൽ ഇന്ധനം കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇന്ധനം വാങ്ങി അത് ഇന്ത്യയിലെ റിഫൈനറികളിൽ സംസ്കരിച്ച് അത് ആവശ്യമുള്ള മറ്റ് രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് ഈ വിലക്കുള്ളത് കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഇവരുടെ ഇടയിലുള്ളൊരു ഇടനിലക്കാരൻ്റെ റോളാണ് ഇപ്പോൾ ഇന്ത്യ നിർവഹിക്കുന്നത്. ഇപ്പോൾ റഷ്യയിലെ ഇന്ത്യൻ അംബാസഡർ പറഞ്ഞ ഒരു കാര്യം കൂടി ഇക്കാര്യത്തിൽ ഓർക്കണം. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത് ഇന്ത്യയിലെ 1.4 ബില്യൺ, ഏതാണ്ട് 140 കോടി വരുന്ന
ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ഇന്ധന സുരക്ഷിതത്വത്തെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത്. നമുക്കറിയാം, നമ്മുടെ ആവശ്യമുള്ള ഇന്ധനത്തിൻ്റെ 87% നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാതെ നിർവാഹമില്ല. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങുക എന്നുള്ളത് ഒരു വിപണി നയമാണ്. അത് ഏത് ആളായാലും കുറഞ്ഞ വിലയ്ക്ക് എവിടെ നിന്ന് കിട്ടുന്നു അവിടെ നിന്ന് വാങ്ങുന്നതാണല്ലോ ഒരു ബിസിനസ്സിൻ്റെ ഒരു നയവും നീതിയും ഒക്കെ പറഞ്ഞാൽ. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നു. അത് ആവശ്യമുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സംസ്കരിച്ച ഇന്ധനം കൈമാറുന്നു. അത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പെട്രോൾ, ഡീസൽ അടക്കമുള്ള മറ്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആവാം, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചില കണക്കുകൾ വന്നിരിക്കുന്നത് ഈ 2025-2026 സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യപാദ റിപ്പോർട്ടുകൾ വന്നേക്കുകയാണ്. അവിടെ നമ്മുടെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി അതിൻ്റെ മൂല്യം ഇത്തിരി 16% കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. അതായത് നേരത്തെ 14.7 ബില്യൺ ആയിരുന്നത് ഇപ്പോൾ 12.3 ബില്യണായി കുറഞ്ഞു എന്നുള്ളതാണ് കണക്ക്. പക്ഷേ ഇതിൻ്റെ അളവിൽ, ഇതിൻ്റെ വലിപ്പത്തിൽ കുറവുണ്ടായിട്ടില്ല. 20.1 ബില്യൺ ടൺ ഇന്ധനമാണ് ഇപ്പോഴും ഇന്ത്യ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനത്തിന് ചില വിലയിടിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൂല്യത്തിൽ കുറവുണ്ടായത്, പക്ഷേ അളവിൽ ഇപ്പോഴും അതേപോലെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അതായത് ഇത്തരത്തിൽ അമേരിക്കയുടെ ഈ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് ഇന്ത്യ അടിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. അതേപോലെ നമ്മുടെ ഇറക്കുമതിയിൽ നേരിയ കുറവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ധനം, അതായത് നമ്മുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ 4% കുറവാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അളവ് പറയുകയാണെങ്കിൽ 7.6 ബില്യൻ്റെ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് അല്ലെങ്കിൽ ക്രൂഡ് ഓയിലാണ് ഇപ്പോൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കയറ്റുമതിയിൽ കാര്യമായ കയറ്റിറക്കങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഇറക്കുമതിയിലുണ്ടായ നേരിയ കുറവ് അത് ഇത്തരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥ ഉള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിനുള്ള വിലക്ക്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു സംശയം നമുക്കിപ്പോഴും വിപണിയിൽ നിലനിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ വന്ന നേരിയ ഇടിവാണ് ഇറക്കുമതിയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇതിനെ സംബന്ധിച്ചുള്ള പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെൽ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത്. ഇനി രസകരമായ മറ്റൊരു സംഗതിയും കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഇത്തരത്തിൽ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിൻ്റെ പേരിലാണല്ലോ ഈ പുകിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ഇന്ത്യൻ സർക്കാർ എന്നതിലും ഉപരി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനായ മുകേഷ് അംബാനിക്കാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ റഷ്യ ഉക്രൈൻ സംഘർഷം തുടങ്ങുന്നതിന് മുൻപ് 2021 മറ്റോ റിലയൻസിൻ്റെ റിഫൈനറികളിലേക്ക് വരുന്ന റഷ്യൻ ഇന്ധനത്തിൻ്റെ അളവ് 3% മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 50% ഉയർന്നിട്ടുണ്ട്. അതായത് റഷ്യയിൽ നിന്നുള്ള ഇന്ധനം ഏറ്റവും കൂടുതൽ വാങ്ങി സംസ്കരിക്കുന്ന കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനികളെക്കാൾ ഉപരി റിലയൻസ്, സ്വകാര്യ മേഖലയിലുള്ള റിലയൻസ് ആണ് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അതേപോലെ നയര എന്ന് പറയുന്ന മറ്റൊരു വിതരണ ശൃംഖല കൂടി നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ രാജ്യത്ത് മൊത്തമുള്ള വിതരണ ശൃംഖലകളുടെ 7% ഇപ്പോൾ അവരാണ് കൈകാര്യം ചെയ്യുന്നത്. അത് ഒരു റഷ്യൻ ബേസ്ഡ് റോസ്നെഫ്റ്റ് എന്ന് പറയുന്ന റഷ്യൻ എണ്ണ കമ്പനിയുടെ ഒരു സബ്സിഡിയറിയാണ് നയര എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കും ഈ രീതിയിൽ ഏത് തരത്തിലുള്ള വിലക്കുകൾ വന്നാൽ പോലും ഈ സ്വകാര്യ ഏജൻസികൾ, സ്വകാര്യ വിതരണ ശൃംഖല നിർബാധം റഷ്യൻ എണ്ണ ഇന്ത്യയിൽ എത്തിക്കുന്നു അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നു. അതിന് പല കുറുക്കുവഴികളും അവർ തേടുന്നുണ്ട്. ഈ ഷാഡോ ഷിപ്പുകൾ എന്ന് പറയും, കൃത്യമായി പറഞ്ഞാൽ കള്ളക്കടത്ത്. ഈ അംഗീകൃത കപ്പലുകളിലല്ലാണ്ട് ചരക്ക് കപ്പലുകളിൽ ഇന്ധനം എത്തിച്ചു പോലും ഇന്ത്യയിൽ എണ്ണ വിതരണം നടക്കുന്നു. അപ്പോൾ ഒരു കാര്യം കൂടി ഇപ്പോൾ അവസാനമായി പറഞ്ഞു നിർത്താം. അമേരിക്ക വരുന്ന 28 മുതലാണ് ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ കടുത്ത നികുതി ഭാരം അടിച്ചേൽപ്പിക്കാൻ പോകുന്നത്. പക്ഷേ ആ ഒരു സമ്മർദ്ദത്തിനിടയിലും ഇന്ത്യ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വശംവദരാകുന്നില്ല. അതിന് ബദൽ മാർഗങ്ങളെക്കുറിച്ചാണ് ഇപ്പോഴും നമ്മൾ ആലോചിക്കുന്നത്.